ലോക ചരിത്രത്തില് മരിച്ചുപോയ ഒരു വ്യക്തിയും ഉത്ഥാനം ചെയ്തിട്ടില്ല. ഒരൊറ്റ കല്ലറ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെന്നാൽ കാണും, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല. ബാക്കി എല്ലാ കല്ലറയും ചെന്നാൽ അവിടെ കാണാം RIP, റെസ്റ്റ് ഇൻ പീസ്. യേശുവിന്റെ കല്ലറയിൽ ചെന്നാൽ കാണാം, അവൻ ഇവിടെ ഇല്ല. അവൻ ഉത്ഥാനം ചെയ്തു, അവൻ ജീവിക്കുന്നു. മരണത്തിന്റെ മേൽ വിജയം പ്രാപിച്ചു, പാപത്തിന്റെ മേൽ വിജയം പ്രാപിച്ചു, സാത്താന്റെ മേൽ വിജയം പ്രാപിച്ചു. അവൻ ജീവിക്കുന്നു. ആ ജീവിക്കുന്ന യേശുവിനെ ഞാൻ വിശ്വസിച്ച് എന്റെ നാവ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ ഞാനും ജീവിക്കുന്നു. എനിക്കിനി മരണമില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളവനാണ് ക്രിസ്ത്യാനി. അങ്ങനെയുള്ളവൻ യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ യേശു പറയുന്നു, ഇതാ ഞാൻ എന്റെ അധികാരം നിനക്ക് തന്നിരിക്കുന്നു. ലൂക്ക 10:19 പറയുന്നു, ഇതാ ഞാൻ നിനക്ക് അധികാരം തരുന്നു, പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ചവിട്ടി നടക്കാൻ. ഈ ഭൂമിയിൽ കൂടി എഴയുന്ന പാമ്പിന്റെ കാര്യമല്ല. പർദീസായില് സാത്താനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സർപ്പമായിട്ടാണ്. യേശു പാമ്പെന്ന് പറയുന്നത് ഈ പാമ്പല്ല, എഴയുന്ന പാമ്പല്ല, സാത്താന്റെ കാര്യമാണ്. നിനക്ക് ഞാൻ അധികാരം തരുന്നു. സാത്താന്റെ എല്ലാ പ്രവൃത്തികളുടെ മേലും അവന്റെ എല്ലാ ശക്തിയുടെ മേലും നിനക്ക് ചവിട്ടി നടക്കാൻ ഉള്ള ശക്തി ഞാൻ തരുന്നു, അധികാരം തരുന്നു. എപ്പോൾ യേശുവിനെ സ്വീകരിച്ചോ അവൻ നിന്നെ അവന്റെ പട്ടാളത്തിൽ ചേർത്തു. നീ ഒരു പടയാളിയാണ്. നിനക്കൊരു യുദ്ധമുണ്ട്. ആ യുദ്ധം മനുഷ്യരോടല്ല. ഹല്ലേലൂയ. നമ്മൾ കാണുന്നത് ഇന്ന് മനുഷ്യർ തമ്മിൽ യുദ്ധം ചെയ്യുന്ന. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിയുടെ യുദ്ധം ഒരു മനുഷ്യനോടുമല്ല. ഒരു ക്രിസ്ത്യാനിയാണോ നിനക്ക് യുദ്ധമുണ്ട്, നീ യുദ്ധം ചെയ്തേ മതിയാവൂ. പക്ഷെ അത് മനുഷ്യരോടല്ല. ഈ ലോകത്തില്, ഈ ഭൂമിയില് എന്റെ കണ്ണുകൊണ്ട് കാണാത്ത സർവ്വലോകത്തെയും അടക്കി ഭരിക്കുന്ന ഒരു ശത്രുവുണ്ട്, സാത്താനാകുന്ന ശക്തി. അവന്റെ മേൽ ശക്തിയുള്ളത് യേശുക്രിസ്തുവിന് മാത്രം. ആ യേശുക്രിസ്തുവിന്റെ ശക്തിയാണ് ഒരു ക്രിസ്ത്യാനിക്ക് കൊടുക്കുന്നത്. ഹല്ലേലൂയ. അവനാണ് എഫെസോസ് 6:12 പറഞ്ഞത്, നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരാണ്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് മനുഷ്യരോടല്ല, സാത്താനെതിരെ, അവന്റെ ദുരാത്മാക്കൾക്കെതിരെയാണ്. ഹല്ലേലൂയ. പഴയ നിയമം പുതിയ നിയമത്തിന്റെ ഒരു നിഴലാണ്. പുതിയ നിയമത്തിൽ നമ്മൾ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് അനുഭവിക്കുന്നു. പഴയ നിയമം നമ്മളെ അതിനുവേണ്ടി ഒരുക്കുന്ന ഒരു നിഴലാണ്. പഴയ നിയമത്തിൽ കാണുന്ന യുദ്ധങ്ങൾ, മനുഷ്യർ തമ്മിലുള്ള യുദ്ധങ്ങൾ, അതൊരു നിഴലാണ്. എന്നാൽ ഇന്ന് യഥാർത്ഥമായ രക്ഷ വന്നതിന് ശേഷം നമ്മൾ യുദ്ധം ചെയ്യുന്നവരാ, മനുഷ്യരോടല്ല. ഇത് രണ്ട് ആത്മീയ രാജ്യങ്ങൾ തമ്മിലാണ്. ദൈവത്തിന്റെ രാജ്യവും സാത്താന്റെ രാജ്യവും തമ്മിൽ യുദ്ധത്തിലാണ്. ഈ യുദ്ധത്തിന്റെ പ്രത്യേകതയുണ്ട്. ഈ യുദ്ധം 2000 വർഷം മുമ്പേ ജയിച്ചു കഴിഞ്ഞതാണ്. ഹല്ലേലൂയ. ആ ജയിച്ച യുദ്ധം, യേശുക്രിസ്തു ജയിച്ച ആ യുദ്ധത്തില് ഞാൻ പങ്കാളിയാകുന്നത്, അത് എന്റെ വിജയമായി മാറുന്നത് ഞാൻ യേശുക്രിസ്തുവിലാകുമ്പോഴാണ്. ഞാൻ യേശുക്രിസ്തുവിലാകാത്തിടത്തോളം കാലം യുദ്ധത്തിൽ പരാജയപ്പെട്ടവനാണ് ഞാൻ. ഹല്ലേലൂയ. യേശുവിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ ഞാൻ യുദ്ധത്തിൽ ജയിച്ച ഭാഗത്താണ്. മാത്രമല്ല, യേശുവിന്റെ ശക്തിയാലും യേശുവിന്റെ അധികാരത്താൽ നിറച്ചുകൊണ്ട് എനിക്ക് തരുന്ന ഒരേ ഒരു ദൗത്യം, നീ പോയി മറ്റുള്ളവരെ മോചിപ്പിക്കുക. ഹല്ലേലൂയ. മറ്റുള്ളവരെ മോചിപ്പിക്കാനുള്ള ശക്തിയും അധികാരം തന്നിരിക്കുക. ഇതൊരു ക്രിസ്ത്യാനി ചെയ്യുന്നില്ലെങ്കിൽ യേശുക്രിസ്തു ഒരിക്കലും അവരെ ക്രിസ്ത്യാനി എന്ന് വിളിക്കത്തില്ല. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയിരിക്കണം. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അവൻ യേശുവിന്റെ പടയാളിയാണ്. അവനൊരു യുദ്ധമുണ്ട്, യുദ്ധം ചെയ്തേ മതിയാവൂ. പക്ഷേ ആ യുദ്ധം മനുഷ്യരോടല്ല. മനുഷ്യരോട് നീ എന്താ ചെയ്യേണ്ടത്? സ്നേഹിക്കുക. അതേ പറഞ്ഞിട്ടുള്ളൂ. നീ എല്ലാവരെയും സ്നേഹിക്കുക, നിന്റെ ശത്രുക്കളെ പോലും സ്നേഹിക്കുക. നിനക്ക് ഉപദ്രവം ചെയ്യുന്നവര്, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുക. പക്ഷെ ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, അതിനെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത്. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തില് 12-ാം അധ്യായം, മത്തായി 12:43 വചനം, മത്തായി 12:43 മുതൽ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പോകുമ്പോൾ
അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അരഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, യേശു പറയുകയാണ്, ഈ അലഞ്ഞു നടക്കുന്ന അശുദ്ധാത്മാവ് പറയുന്ന കാര്യം യേശു പറയുക. എന്താണ് അശുദ്ധാത്മാവ് പറയുക? ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. ഹല്ലേലൂയ. പിശാച് എന്താണ് മനുഷ്യന്റെ ശരീരത്തെ വിളിക്കുന്നത്? എൻ്റെ ഭവനം. മനുഷ്യന്റെ ശരീരത്തെ പിശാച് വിളിക്കുന്ന പേരെന്താണെന്ന് പറഞ്ഞത്? എൻ്റെ ഭവനം. അവന്റെ ഭവനമാണ്. ഞാനും നിങ്ങളും നമ്മളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ പിശാച് കയറി വസിക്കുന്ന സ്ഥലമാണ് ഈ ശരീരം. അവനിതിന് അവകാശമുണ്ട്. കാരണം ആദ്യ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തം അവന്റെ അടിമത്തത്തിലായ ആ ഒരു സന്തതി പരമ്പരയുടെ സന്താനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ സാധാരണമായ ജഡികമായ ജനനത്തിലൂടെ നമുക്ക് ലഭിച്ചത് സാത്താന്റെ രാജ്യമാണ്, സാത്താന്റെ കീഴിലുള്ള അടിമത്തമാണ്. നമുക്കൊരു ഉടമസ്ഥനുണ്ട്. നമ്മൾ ജനിക്കുമ്പം ആ ഉടമസ്ഥന്റെ പേരാണ് ലൂസിഫർ എന്ന്. അവിടുന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ, നമ്മളെ രക്ഷപ്പെടുത്തുവാനാണ് യേശുക്രിസ്തു കുരിശു മരണത്തിലൂടെ അവനെ പരാജയപ്പെടുത്തിയത്. ആ മോചനം എനിക്കും നിങ്ങൾക്കും കിട്ടുന്നത് യേശുവിന്റെ കാൽവരി മലയിലെ ബലിയിൽ ഞാൻ പരിപൂർണമായി വിശ്വസിച്ച് അത് ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഏറ്റു പറയണം. ഹല്ലേലൂയ.